അഴിമതി കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ മന്ത്രിമാർ അഴിമതി കാണിക്കും. അവർക്ക് അതിനുള്ള ലൈസൻസ് കിട്ടുമല്ലോ, പെർസെൻറ്റേജ് ഭരണം. അപ്പോൾ ഇത് സുഖമായിട്ട് ഇങ്ങനെ നാട്ടിൽ നടക്കുകയാണ് എന്നുള്ളത് പറയാനായിട്ട് ജനങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. 60 പോക്കറ്റിൽ 40 റോഡിലൊന്നാണ് പറയുന്നത്. തിരിച്ചാണ്. പണ്ടൊക്കെ തിരിച്ചാണ്. വല്ലതും 10-15% ഉദ്യോഗസ്ഥന്മാരെടുക്കുമായിരുന്നു. അതിൻ്റെ വല്ലതുമൊക്കെ ചിലപ്പോൾ പാർട്ടികൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ലോകായുക്ത പൂട്ടേണ്ടതാണ്. വെറുതെ ഈ ഖജനാവിനൊരു ബാധ്യതയാണ് ലോകായുക്ത എന്ന് പറയുന്നത്. കുറേ ലോകായുക്തയും കുറേ വണ്ടികളും സംവിധാനമായിട്ട് നമ്മുടെ വികാസ് ഭവനിലൊരു വലിയ സെറ്റപ്പ് കിടപ്പുണ്ട്. എന്തിന് വോട്ട് ചെയ്യുന്നു എന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ ചോദിക്കുന്ന ഒരു കാലത്തെത്തിയിരിക്കുകയാണ്. വോട്ടിങ്ങിന്റെ പക്ഷേ ആർക്ക് ഞാൻ കൊടുക്കും? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേൾക്കാൻ വളരെ സുഖമുള്ള, അതായത് സാധാരണക്കാർക്ക് മനസ്സിന് ആനന്ദം നൽകുന്നൊരു കാര്യം നമ്മുടെ പാർലമെൻറ്റിൽ നടക്കുകയാണ്. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രി, സംസ്ഥാന മന്ത്രിമാർ, ഇവരിൽ ആരെങ്കിലും 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കിടന്നാൽ 31ാമത്തെ ദിവസം സ്ഥാനം നഷ്ടമാകും. അതായത് മുഖ്യമന്ത്രി അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കിടന്നാൽ 31ാമത്തെ ദിവസം മുഖ്യമന്ത്രി അല്ലാതാകുന്ന ഒരു നിയമ ഭേദഗതി. അതിനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. അഴിമതി തുടച്ചു നീക്കാനുള്ള നീക്കമാണിത് എന്ന് ഭരണപക്ഷം ശക്തിയുക്തം വാദിക്കുകയാണ്. എന്നാൽ പ്രതിപക്ഷം പല്ലും നഖവും ഉപയോഗിച്ച് ഇതിനെ എതിർക്കുകയാണ്. തങ്ങളുടെ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ തകർക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ എന്നാണ് അവരുടെ ആരോപണം. ശക്തമായ ബഹളമാണ് പാർലമെൻറ്റിൽ ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇതുവരെ ലഭ്യമായ ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ വെച്ച് നമുക്ക് ഇതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിക്കാം. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്ത് തോന്നുന്നു ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള നീക്കം, ഇതിന് എതിരെയുള്ള പ്രതിപക്ഷത്തിൻ്റെ പരാമർശങ്ങളും ബഹളവും ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താണ്? ഇത് ആവശ്യമില്ലാത്തൊരു ബഹളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നാമത്തേത്, ഇത്തരം ഒരു 130ാം ഭരണഘടനാ ഭേദഗതിയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇത്തരം ഒരു ഭേദഗതി നടപ്പിലാക്കണമെങ്കിൽ 3-2 ഭൂരിപക്ഷം 2 സഭകളിലും വേണം. പാർലമെൻറ്റിൽ ഒരു 410 മേൾ MP വേണം. രാജ്യസഭയിലാണെങ്കിൽ ഒരു 186ഓളം MP ഈ കാര്യം പാസ്സാക്കി എടുക്കാൻ കഴിയും. പാർലമെൻറ്റ് കിടക്കില്ല എന്നുള്ളത്, പാർലമെൻറ്റും കിടക്കില്ല, ഇത് നിയമമാകാൻ പോകുന്നില്ല, ഭരണഘടനാ ഭേദഗതി ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചെണ്ട കൊട്ടി വിലസുന്ന ആശാനെ ഉടുക്കു കൊട്ടി പഠിപ്പിക്കുന്നു പറയില്ലേ, അതുപോലെ നരേന്ദ്രമോദിയെ ഒരു ഭരണഘടന കാണിച്ച് കുറേ നാൾ കൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പഠിപ്പിക്കുകയാണ്. ഇപ്പം 16 ദിവസം നീണ്ടു നിൽക്കുന്ന 20 ജില്ലകൾ കടന്നു പോകുന്ന 1330 ചില്ലാനം മൈലുകൾ താണ്ടുന്ന ഒരു യാത്ര നടത്തുകയാണ് ബീഹാറിൽ. അപ്പോൾ ആ യാത്രയിൽ അദ്ദേഹം പ്രധാനമായിട്ട് ഉയർത്തുന്നത് ഭരണഘടനയാണ്. ഭരണഘടനയെ തകർക്കുന്നു, മൗലികാവകാശം തകർക്കുന്നു, വോട്ടവകാശത്തിനെ തകർക്കുന്നു. എന്തിനാണ് അതിൻ്റെ കാരണം എന്നുള്ളത് വ്യക്തമല്ല. വോട്ടർ പട്ടികയിൽ സംശുദ്ധി വേണമെന്നാണ് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് പ്രസംഗിച്ചത്. അതുകൊണ്ട് മഹാദേവപുരത്തെ ഇലക്ഷൻ്റെ റിപ്പോർട്ടുകൾ എടുത്തുകൊണ്ട് പത്രക്കാരോട് പറഞ്ഞത് അവിടെ മുഴുവൻ അഴിമതിയാണ്, കുഴപ്പമാണ്, അത് ക്ലീൻ ചെയ്യണം. അതിനോടൊപ്പം തന്നെ അപ്പുറത്ത് പോയെന്ന് പറയുകയാണ്, ഇപ്പോൾ സമഗ്ര ക്ലീനിങ് വേണ്ട, അങ്ങനെ 65 ലക്ഷം പേരെ ഒന്നും മാറ്റേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ. അപ്പോൾ 2 വിധത്തിൽ ഒരു പ്രശ്നവുമായിട്ട് വരികയാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തേത്, ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന സർക്കാരുകളുമായി ചേർന്നാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് കൂട്ടുത്തരവാദിത്വമാണ്. അപ്പോൾ അത് മറച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരെയും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെയും ഒരു ആക്രമണം നടത്തുകയാണ്. എന്നാൽ നല്ല ആക്രമണത്തിനൊരു ചാൻസ് ഇട്ട് തരാം എന്നുള്ളതാണ് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഈ അഴിമതിയെക്കുറിച്ച് വ്യക്തമായ ഒരു പരാമർശം, അല്ലെങ്കിൽ അതിന് തടയേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ഇല്ല. അപ്പോൾ ഭരണഘടനയെ ഉയർത്തുന്നവർ അതൊന്നും നോക്കണ്ടേ? അപ്പോൾ ഇന്ത്യ 186 രാഷ്ട്രങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ അഴിമതിയിൽ 96ാമതാണ്. ഇപ്പം വന്നല്ല, പണ്ട് മുതലേ ഇങ്ങനെ നമ്മൾ വലിയ കേമന്മാരായിട്ട് നിൽക്കുകയാണ് അഴിമതിയുടെ കാര്യത്തിൽ. അപ്പോൾ ഒന്നാമത് നിൽക്കുന്ന പിന്നെ ഡെൻമാർക്ക് ആവട്ടെ, ഫിൻലാൻഡ് ആകട്ടെ, സിംഗപ്പൂർ ആകട്ടെ, ഈ രാഷ്ട്രങ്ങളിലെല്ലാം
ഈ അഴിമതിക്ക് 0 മാർക്കാണ്. എന്ന് വെച്ചാൽ ഒരു മാർക്ക് പോലും അവർക്ക് വന്നിട്ടില്ല. ഇന്ത്യക്ക് 38 മാർക്കാണ്. 100 മാർക്കായി കഴിഞ്ഞാൽ മുഴുവൻ അഴിമതി എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു 40% അഴിമതി ഇന്ത്യയിലുണ്ട് എന്നുള്ള രീതിയിലാണ് അതിൽ പരാമർശിക്കുന്നത്. ഈ അഴിമതി മാറ്റണമെങ്കിൽ ശക്തമായ നിയമം വേണ്ടേ? അപ്പോൾ ഇതിന് ഇവർക്ക് വോട്ടർ പട്ടിക എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുമ്പം അതിനേക്കാൾ വലിയൊരു ആയുധം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഇവിടെ എത്രത്തോളം അഴിമതികൾ ഓരോ സ്ഥലത്ത് നടക്കുന്നു, ആ അഴിമതികളുടെ കഥകൾ അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് വിവരിക്കാനും കൂടെയുള്ളൊരു അവസരം അദ്ദേഹത്തിന് കിട്ടുമെന്നല്ലാതെ ഇതിപ്പോൾ പാസ്സാകാൻ പോകുന്നില്ല. അപ്പോൾ പ്രതിപക്ഷം ഇത്ര ബഹളം വയ്ക്കേണ്ട കാര്യമുണ്ടോ എന്നെനിക്ക് സംശയമാണ്. പക്ഷേ ബഹളം വെച്ചില്ലെങ്കിൽ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് അവരെ തകർക്കാനുള്ള നീക്കം, അതായത് ED ഉപയോഗിച്ച്, ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് തങ്ങളെ തകർക്കാനുള്ള നീക്കമാണ് ഭരണപക്ഷം നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചു വരുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ആരോപണം നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പോഴും ഈ ആരോപണം വളരെ ശക്തമായി ഇവർ പാർലമെന്റിനകത്തും ഉയർത്തുകയാണ്. അത് ഉണ്ടാവാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം CBI കൂട്ടിലടച്ച തത്ത എന്ന് പറഞ്ഞത് ഈ കാലങ്ങളിലല്ല, വളരെ മുമ്പേ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലേ കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. ജസ്റ്റിസ് ഷായുടെ അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള ആ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ വന്ന ജസ്റ്റിസ് ഷായുടെ റിപ്പോർട്ടിനകത്ത് ഈ CBI എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്തു എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പം ഇത് ഇന്ന് തുടങ്ങിയതല്ല, എല്ലാം പണ്ട് കാലത്തെ മുതലുള്ള തുടർച്ചകളുണ്ട്. പക്ഷേ ഇതൊക്കെ ക്ലീൻ ചെയ്യണ്ടേ? ആ ക്ലീൻ ചെയ്യാനുള്ളൊരു അവസരം ഞങ്ങൾ ഇപ്പോൾ തരികയാണ്. സംശുദ്ധമായ ഒരു സംവിധാനം, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ സംശുദ്ധമായിരിക്കണം, സംസ്ഥാന മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ സംശുദ്ധമായിരിക്കണം. അങ്ങനെ സംശുദ്ധമാക്കുന്നതിനുള്ളൊരു സംവിധാനം ഞങ്ങൾ തരുമ്പം നിങ്ങൾ EDയും CBI ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തിനാണ് എന്ന് ചോദിക്കാം. അത് മാത്രമല്ല, ഓരോ സംസ്ഥാനങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ അഴിമതികൾ പറയാനും കൂടെ ഉള്ളൊരു അവസരമാക്കി ഇത് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് വളരെ കർക്കശമാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് പ്രിയങ്ക ഗാന്ധി ആരോപിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അവർക്ക് മുൻപും ഉന്നയിക്കാം, പക്ഷേ അത് തെളിയിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷത്തിന് ഈ പാർലമെൻറ്റിനകത്ത് ബഹളം വെച്ചതിന് ശേഷം ജനങ്ങളോട് എന്ത് പറയും? അങ്ങിപ്പോൾ സൂചിപ്പിച്ച പോലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഭരണപക്ഷത്തിന് പറയാനൊരു കാര്യമുണ്ട്. ഞങ്ങൾ അഴിമതി തുടച്ചു നീക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്, അതിന് തടസ്സം നിൽക്കുന്നത് പ്രതിപക്ഷമാണ് എന്ന് പറയാൻ സാധിക്കും, അല്ലേ? ഈ ആക്രമണത്തിൽ പ്രതിപക്ഷത്തിന് പറ്റിപ്പോകാൻ പോണ അബദ്ധം അതാണ്. ഞങ്ങൾ അഴിമതിക്ക് അനുകൂലമാണെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങും ഈ പ്രധാനമന്ത്രിയും കൂട്ടരും. ഇത് തിരിച്ച് ഇവരോട്, ജനങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ, കാരണം ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനം ധർമ്മവും നീതിയും മാന്യതയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഭരിക്കണമെന്നാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് ഇത് അല്പമെങ്കിലും പറയുന്നത്. അതായത് നിർദ്ദേശക തത്വങ്ങൾ, അതിനകത്താണ് നമ്മൾ ഭരണത്തിൽ മാന്യത പുലർത്തുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും വ്യക്തമായൊരു ഡയറക്ഷൻ അതിനകത്തില്ല. അപ്പോൾ ഒരു സാധനം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യ ഇന്ന് അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സംവിധാനം ഇന്നു മുതലല്ല, കുറേ നാളുകളായിട്ട് തുടരുന്നുണ്ട്. അത് മാറ്റണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതാണെന്നുള്ളതാണ്. അത് വളരെ കറക്റ്റുമാണ്. എന്ന് വെച്ചാൽ അഴിമതി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അഴിമതി കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ മന്ത്രിമാർ അഴിമതി കാണിക്കും. അവർക്ക് അതിനുള്ള ലൈസൻസ് കിട്ടുകയല്ലേ? അതെ. ഈ പിന്നെ കുടുംബത്തിലെ നാഥൻ ശരിയല്ലെങ്കിൽ ബാക്കി എല്ലാവരും തൊഴിൽ പോകുമെന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ മുഖ്യമന്ത്രി അഴിമതിക്കാരനെങ്കിൽ മന്ത്രിമാർ അഴിമതിക്കാർ, മന്ത്രിമാർ അഴിമതിക്കാരെങ്കിൽ IPS IAS ഉദ്യോഗസ്ഥന്മാർ കിട്ടുന്ന അവസരത്തിലെല്ലാം അഴിമതി കാണിക്കും. അവരും കൂടെ അഴിമതി ആയിക്കഴിഞ്ഞാൽ താഴെ വരുന്ന ഈ ഗസറ്റ് ഓഫീസർമാർ മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ, നടന്ന് അഴിമതി കാണിക്കും. ഇത്രയും അഴിമതി ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്ലർക്കിനും പിയൂണിനും ഒന്നും നോക്കേണ്ട കാര്യമില്ല, അവർ പിടിച്ചു പറിയായിരിക്കും. ഇപ്പോൾ ആ സ്റ്റേജിലേക്ക് നമ്മൾ പല സംസ്ഥാനങ്ങളിലും എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. നമ്മൾ കണ്ടിട്ടില്ലേ, ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്, പിന്നെ ഗൂഗിൾ പേ ആയിട്ട് അഴിമതി പണം വാങ്ങിക്കുകയാണ്. അപ്പോൾ എന്ത് ധൈര്യമാണെന്ന് ആലോചിക്കണം. അതെ, അഴിമതി പണം ഗൂഗിൾ പേ ആയിട്ട് ചിലർ വാങ്ങിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം വലിയ പ്രശ്നമാണ് ഇതുണ്ടാക്കുന്നതെന്ന് നമുക്ക് ബോധ്യമാകില്ലേ? ഇത് അവസാനിപ്പിക്കണ്ടേ? ഇത് അവസാനിപ്പിക്കാനുള്ള മാർഗം ഇതല്ലേ എന്ന് പറഞ്ഞ് ഇത് ഞങ്ങളെ പൂട്ടാനാണെന്ന് പറയുമ്പം പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും BJPക്കാരും ഇനി പറയാൻ പോകുന്നത് എന്തെന്നറിയാമോ? അഴിമതിയിൽ ഒന്നാമത് നിൽക്കുന്ന മമതാ ബാനർജി എന്ന് പറഞ്ഞ് തുടങ്ങും. മമതാ ബാനർജി 25,000 അധ്യാപകരെ അവിടെ പോസ്റ്റ് ചെയ്തു. അത് ഹൈക്കോടതി അവിടെ സ്റ്റേ ചെയ്തു. സുപ്രീം കോടതി വന്നു, സുപ്രീം കോടതിയും അതെടുത്ത് തള്ളി. അപ്പോൾ ഇതിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പ് ശാരദാ ചിട്ടി കേസും മറ്റ് പലതും ഉണ്ട്. അപ്പം ഒരാളെ അടിക്കാൻ ആ ഒരു സാധനം കിട്ടിയേ. രണ്ടാമത് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ രേവന്ത് റെഡ്ഡി
അടുത്ത മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിൻ്റെ. അദ്ദേഹത്തിന് പിന്നെ പിന്നെ നമ്മുടെ നാഷണൽ ഹെറാൾഡ് കേസിൽ അദ്ദേഹത്തിനും പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരിലും ആരോപണം വലിയ തോതിൽ നിൽക്കൊണ്ട്, സാമ്പത്തിക ആരോപണം ഉൾപ്പെടെയുള്ളത്, മണി ലോണ്ടറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എതിരെയും വരുന്നുണ്ട്. അതും അവിടെ നിൽക്കുകയാണ്. ഇനി തമിഴ്നാട് ചീഫ് മിനിസ്റ്ററൊക്കെ നേരിട്ട് പറയുന്നില്ലെങ്കിലും തമിഴ്നാട് അഴിമതിയിൽ കുളിച്ച ഒരു സംസ്ഥാനമാണെന്നുള്ളത് അണ്ണാമലൈ അവിടെ നാട് മുഴുവൻ നടന്ന് പറയുകയാണ്. 1000 കോടിയുടെ അഴിമതിയാണ് മദ്യത്തിൽ നടത്തിയത്. അത് നടത്തിയ സെന്തിൽ ബാലാജിയെ പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല 15 മാസം ജയിലിൽ കിടന്നിട്ടും അദ്ദേഹത്തിന് വകുപ്പില്ല മന്ത്രിയായിട്ട് അവിടെ തുടരാൻ അവസരം കൊടുത്തു. അങ്ങനെയാണ് അവസാനം ഗവർണറെ പുറത്താക്കുന്നവരെ സ്റ്റേജിലേക്ക് എത്തിയത്. ഇത് പിന്നെ അതുപോലെ തന്നെ 6 മാസം ജയിലിൽ കിടന്നിട്ടും കെജ്രിവാൾ രാജിവെച്ചില്ല. അപ്പം രാജിവെച്ചില്ലെങ്കിൽ ഭരണം സ്തംഭിക്കില്ലേ? കാരണം അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഭരണപരമായ കാര്യങ്ങൾ മുഖ്യമന്ത്രി അവിടെ ഇല്ല, മുഖ്യമന്ത്രിക്ക് ഒപ്പിടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് കയറരുതെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ അദ്ദേഹം രാജിവെച്ചത്. ഇതുപോലെ ഏത് മന്ത്രിമാർ എവിടെയൊക്കെ ഉണ്ടോ ഓരോ സ്ഥലത്തെ അവർ ഇപ്പോൾ കേരളത്തിലെ കാര്യം വേറൊരു വിധത്തിൽ ഇനി പറയാനുള്ള ചാൻസുകൾ കിട്ടുകയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അഴിമതികളുടെ കഥകൾ പുറത്തു പറയാൻ അവസരം കിട്ടുകയാണ്. പക്ഷേ ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്ന, പക്ഷേ അതിൽ കഴമ്പുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഈ ആരോപണ വിധേയർ കുറ്റക്കാരല്ല, അല്ല, കോടതിയിൽ തെളിയിക്കപ്പെടുന്നത് വരെ അവിടെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു അടിസ്ഥാന തത്വം അവിടെ ലംഘിക്കപ്പെടുകയല്ലേ? കോടതിയിലേക്കൊന്നും പോകണ്ട, 31 ദിവസം പോലീസ് കസ്റ്റഡി അല്ലെങ്കിൽ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ കഷ്ടമല്ലേ അത്? കാരണം ഏത് തരത്തിൽ വേണമെങ്കിലും കള്ളക്കേസിൽ കൊടുക്കാമല്ലോ. അല്ല, കള്ളക്കേസിൽ കൊടുക്കിയാൽ നമുക്ക് കോടതിയിൽ ചെന്ന് നമുക്കത് ക്ലീൻ ചിറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാം. പക്ഷേ ഒരാൾ യഥാർത്ഥ കള്ളനാണെങ്കിലുണ്ടല്ലോ ഇത് ഒരു നിവൃത്തിയും കിട്ടില്ല. ഇപ്പോൾ പിന്നെ നമ്മുടെ ഇവിടെ ശിക്ഷിക്കപ്പെട്ട ഈ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട 2 പ്രമുഖർ, 2 പേരെ ശിക്ഷിച്ചിട്ടുള്ളൂ നേരെ ചൊവ്വേ. ആ ശിക്ഷിച്ചതിൽ ഒന്നാണ് ലാലു പ്രസാദ് യാദവാണ്. 5000 കോടിയുടെ സ്കാമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്, ഫോഡർ സ്കാം എന്ന് പറഞ്ഞിട്ടല്ലേ, കാലിത്തീറ്റ കുംഭകോണം. അതിന് സുപ്രീം കോടതി അദ്ദേഹത്തിനെ ശിക്ഷിച്ചതാണ്. എത്രയോ നാൾ കിടന്ന് പയറ്റിയിട്ടാണ് ശിക്ഷിച്ചത്. അദ്ദേഹം സുഖമായിട്ട് ഇറങ്ങി നടന്നു. ഇപ്പോൾ പിന്നെ പ്രധാനമന്ത്രിയും ചീത്ത വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ജാഥ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിനോട് മാറി നിൽക്കാൻ പോലും പറയാൻ തോന്നുന്നില്ല. നിങ്ങൾ അഴിമതി കേസിലൊക്കെ വളരെ മോശമായ ഇമേജ് ഉള്ള ആളാണ്, നിങ്ങൾ എൻ്റെ ജാഥയിൽ നിന്ന് മാറി നിൽക്കുക, മോനെ വിട്, തേജസ്വിയെ വിട്, നിങ്ങൾ മാറി നിൽക്കാൻ പറയാൻ പോലും അദ്ദേഹത്തിന് ധൈര്യമില്ല. അപ്പോൾ അതൊന്ന് നിൽക്കുന്നു. പിന്നെ നമ്മുടെ കേരളത്തിലാണ് ആർ ബാലകൃഷ്ണപിള്ള. അദ്ദേഹവും ഇതുപോലെ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ്. എത്ര ദിവസം അവർ ജയിലിൽ കിടന്നു? അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ എന്തോ അയണിൻ്റെ അംശമുണ്ട്, അങ്ങനെ അജ്ഞാത രോഗമുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആദ്യം മെഡിക്കൽ കോളേജിൽ, പിന്നെ അവിടുന്ന് ഓരോ ഘട്ടങ്ങളായിട്ട് അവസാനം പുറത്തിറങ്ങി അദ്ദേഹം സുഖമായിട്ട് ജീവിച്ച് ഇവിടെ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിക്ക് തുല്യമായിട്ട് ക്യാബിനറ്റ് റാങ്കിൽ മുന്നോക്ക കമ്മീഷൻ്റെ ചെയർമാനായിരുന്നിട്ടാണ് അദ്ദേഹം പിന്നെ അന്ത്യകാലത്തിലേക്ക് പോലെ നീങ്ങിയത് അല്ലേ? അതെ. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ? ശിക്ഷിച്ചാലും ശിക്ഷിച്ചില്ലെങ്കിലും ഒരു ഗുണവുമില്ല, എങ്ങനെയും എന്തും ചെയ്ത് നടക്കാം. ഈ ഒരു സിറ്റുവേഷൻ നല്ലതാണോ എന്ന് ചോദിക്കാൻ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും അവിടുത്തെ BJPക്കും ഒരു അവസരം കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഈ അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളുടെ ആധിപത്യം എന്ന് ആണ് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത് എങ്കിൽ പോലും ഇവിടെ ജനങ്ങളുടെ ദാസന്മാർ എന്ന് കണക്കാക്കപ്പെടേണ്ട മന്ത്രിമാർ ജനങ്ങളെ ദാസന്മാരാക്കി വെച്ചുകൊണ്ടുള്ള ഭരണ രീതിയാണ് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അതിന് ആരെങ്കിലുമൊക്കെ ഇപ്പോഴും എക്സെപ്ഷണൽ കേസസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. പക്ഷേ കാരണം ഒരു 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 സിറ്റിസൺ, ഒരു സാധാരണക്കാരനെ കാണുമ്പോൾ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിമാരുമുള്ള നാടാണ് ഇത്. അവരെ കാണുമ്പോൾ എന്തോ ഒരു നികൃഷ്ട ജീവിയെ കാണുന്നത് പോലെ വെറുത്ത് പോകുന്ന സാഹചര്യമുള്ള ഒരുപാട് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉള്ള ഒരു നാടാണ്. അല്ല, ഞാൻ പറയുന്നത് ഇത്തരത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്ന നേതാക്കൾ പിന്നീട് ജനങ്ങളെ കാണുമ്പോൾ നികൃഷ്ട ജീവികളെ പോലെ അവരെ അകറ്റുന്നു. അതുകൊണ്ട് അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് അഴിമതിക്ക് എവിടെ അവസരമുണ്ടോ അവിടെ അതോറിറ്റേറിയനിസം വരും. അധികാരം തൻ്റെ കയ്യിലേക്ക് പിടിക്കാനുള്ള ഒരു വഴി അഴിമതിയാണ്. അഴിമതിയിലൂടെ MLA-മാരെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ മേൽ ചാടി വീണ് അവരെ ദ്രോഹിക്കാനുള്ള അവസരം കഴിയും. ജനങ്ങൾ പാവങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ,
അത് വി.എസ്. അച്യുതാനന്ദൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ നിയമം ജനങ്ങൾക്കെതിരാകുമോ എന്ന് നോക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ചോദിക്കുമായിരുന്നു, ജനങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നിന്നും പോകാൻ കാശില്ല, ജനങ്ങൾക്ക് നമ്മളും നമ്മുടെ പാർട്ടിയും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ ഗവൺമെൻറ്റും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഓരോ നിയമം ഉണ്ടാക്കുമ്പോഴും അത് ജനങ്ങളുടെ മേൽ മുഖം വയ്ക്കുന്നത് ആവരുത്. അതാണ് അഴിമതി വിരുദ്ധനായ ഒരാളുടെ കൺസെപ്റ്റ്. അഴിമതിയുള്ള ആളുടെ കൺസെപ്റ്റ് നേരെ തിരിച്ചുമാണ്. ഏവൻ്റെ നെഞ്ചിൽ കൂടെ എന്തോ എടുത്തോ വികസനം നടക്കണം, അതിൻ്റെ ഒരു 10%, 25%, 50% വരെ എനിക്ക് കിട്ടണം, പെർസെൻറ്റേജ് ഭരണം. അപ്പോൾ ഇത് സുഖമായിട്ടിങ്ങനെ നാട്ടിൽ നടക്കുകയാണ് എന്നുള്ളത് പറയാനായിട്ട് ജനങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. അപ്പോൾ ഒന്നുകൂടെ ഇത് സംസാരിക്കാനായിട്ട് ഒരവസരം കിട്ടുകയാണ്. പിന്നെ ഭരണഘടനയിൽ ഈ അഴിമതിയെക്കുറിച്ച് വ്യക്തമായിട്ട് അഴിമതിയുടെ ഒരു ആർട്ടിക്കിളായിട്ട് പറയുന്നില്ലെങ്കിലും ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 21 ഇക്വാളിറ്റി, റൈറ്റ് ടു ലൈഫ്, ഇതിലൊക്കെ വ്യക്തമാക്കുന്നതെന്ന് വെച്ചാൽ ഇത് രണ്ടും നിലനിൽക്കണമെങ്കിൽ അഴിമതി ഇല്ലാതാവണം, സ്വജനപക്ഷപാതം ഇല്ലാതാവണം. ഇതില്ലാതാവണമെങ്കിൽ ഈ അഴിമതിയെ തുടച്ചു നീക്കാനുള്ള ഒരു സംവിധാനം വേണം. അപ്പോൾ നരേന്ദ്രമോദിക്ക് പറയാം, ഞാനിങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. നിങ്ങളിപ്പോൾ പറയുന്നില്ലേ GDP കൂടി എന്ന് പറയുന്നു, പക്ഷേ ഇവിടുത്തെ പാവപ്പെട്ടവൻ ഇപ്പോഴും 100 രൂപയല്ലേ കിട്ടുന്നത് എന്ന് നരേന്ദ്രമോദി സർക്കാരിനെ നിങ്ങൾ 3ാമത്തെ ലോകരാഷ്ട്രമാകാൻ പോകുന്നു ധനകാര്യത്തിൽ, പക്ഷേ എവിടെ അതിൻ്റെ നേട്ടം ജനങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് എനിക്കൊരു ന്യായം പറയണ്ടേ? അതിനാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ അഴിമതി തുടച്ചു നീക്കിയാലേ പറ്റുള്ളൂ. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി തന്നെ പറഞ്ഞിരിക്കുന്നു, 100 രൂപ ഞാൻ ഇവിടുന്ന് പാസ്സാക്കുമ്പോൾ 10 രൂപയാണ് അർഹന് കിട്ടുന്നത്, ബാക്കി 90 രൂപ അടിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ അച്ഛനാണ്. അപ്പം അഴിമതി എന്നേ ഉണ്ടെന്നുള്ളതിന് വ്യക്തമാണ്. അപ്പോൾ ആ അഴിമതി തുടച്ചു നിൽക്കാനുള്ള ഒരാളായിട്ട് ഞാൻ വരികയല്ലേ എന്ന് നരേന്ദ്രമോദിക്ക് പറയാൻ കഴിയും. അപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നവർ ഇതല്ലേ ഉയർത്തിപ്പിടിക്കേണ്ടത്? ഭരണഘടനയുടെ ഏറ്റവും വലിയ മൂല്യം എന്താണ്? ഇക്വാളിറ്റി, ആർട്ടിക്കിൾ 14, പിന്നെ റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, അത് ആർട്ടിക്കിൾ 21. ഇതൊക്കെ നൽകണമെങ്കിൽ ഈ അഴിമതിയെ തുടച്ചു നീക്കണ്ടേ? അതിനല്ലേ ഞാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾ എനിക്കെതിരെ കുരിശുദ്ധം തുടങ്ങിയാൽ ഇത് നിങ്ങൾ ആരാണ്, ഞാൻ ആരാണ്? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ അഴിമതിയുടെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോൾ സമകാലിക സംഭവങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ റോഡുകളിലെ കുഴി, നമ്മുടെ പാലിയേക്കര ടോൾ ഇനി റോഡ് നന്നാക്കിയിട്ട് പിരിച്ചാൽ മതി, 1 മാസം കഴിഞ്ഞിട്ട് പിരിച്ചാൽ മതി എന്ന് സുപ്രീം കോടതി പറഞ്ഞു, ഹൈക്കോടതി പറഞ്ഞു. അതിനെ ശരിവെക്കുന്ന രീതി, അതായത് അതിൽ ഇടപെടാൻ സുപ്രീം കോടതി തയ്യാറായില്ല. വളരെ വളരെ മികച്ച ഒരു തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ദേശീയപാത അതോറിറ്റിയുടെ ചെകിട്ടത്തിട്ട അടിയായി അതിനെ കണക്കാക്കേണ്ടതുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോടതിയുടെ വിധിയായി ഞാൻ അതിനെ കാണുകയാണ്. കാരണം എത്ര പേരാണ് ഈ റോഡ് അപകടങ്ങളിൽ പൊലിയുന്നത് ജീവൻ, എന്നിട്ട് പോലും അനങ്ങാപ്പാറ നയവുമായി മുന്നോട്ട് പോകുന്ന സർക്കാരുകൾക്ക് ഇട്ട് കൊടുത്ത ചവിട്ടാണത്. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിൽ ഈ റോഡ് പണിയുടെ കാര്യം, അതിലേക്കാണ് ഞാൻ വന്നത്. റോഡ് പണിയുടെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ കോൺട്രാക്റ്റ് തുക എത്ര തുകയ്ക്കാണോ ഈ റോഡ് പണി പിടിക്കുന്നത്, എത്ര തുകയുടെ റോഡാണോ പണി പിടിക്കുന്നത്, ആ തുക പൂർണ്ണമായും റോഡിൽ ചെലവഴിക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു ഇക്വേഷൻ പറയാറില്ലേ, 60-40, 60 പോക്കറ്റിൽ 40 റോഡിലൊന്നാണ് പറയുന്നത്. തിരിച്ചാണ്, പണ്ടൊക്കെ തിരിച്ചാണ്, വല്ലതും 10-15% ഉദ്യോഗസ്ഥന്മാരെടുക്കുമായിരുന്നു, അതിൻ്റെ വല്ലതുമൊക്കെ ചിലപ്പോൾ പാർട്ടികൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പം 60-40 പറഞ്ഞത്, 60 പോക്കറ്റിൽ 40 മണ്ണിൽ. അതായത് 60 പലരുടെ പോക്കറ്റിലായിട്ട് ഏറ്റവും ഉന്നതങ്ങളിൽ നിന്ന് തുടങ്ങും, അങ്ങനെ പോക്കറ്റിൽ പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ദിവസവും റോഡിൽ ഇറങ്ങുന്നവരാണ്. അതെ, ആ റോഡ് നിർമ്മാണത്തിന്റെ കാര്യത്തിലാണ് ഇത്രയേറെ അഴിമതി നടക്കുന്നത്. അതിനകത്ത് അഴിമതിയുടെ കഥ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അതെ, ഇപ്പോൾ 25,000 ടീച്ചർമാരെ നിയമിച്ചതിൽ മമതാ ബാനർജിക്ക് ബാൻ വന്നിരിക്കുകയല്ലേ, അതിന്റെ കേസ് നടക്കുന്നേ ഉള്ളൂ. ആ കേസിൽ എന്താ പറയുന്നത്? ആ കേസിൽ പറയുന്നത് നിങ്ങൾ നടത്തിയത് മുഴുവൻ സ്വജനപക്ഷപാതമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാർക്കോ ആൾക്കാർക്കോ ആണ് കൊടുത്തത്. ഇതാണ് ഇക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ അഴിമതിയാണ്. അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒരു അഴിമതിയുണ്ട്, 371 കോടിയും കണ്ട് അങ്ങനത്തെ അറസ്റ്റ് ചെയ്ത ഒരു കേസാണ്. അദ്ദേഹത്തിൻ്റെ, അതായത് സ്കിൽ ഡെവലപ്മെൻറ്റ് കമ്മീഷൻ, അതിൽ ഫേക്ക് കമ്പനി ഉണ്ടാക്കി അദ്ദേഹം ഭരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി എന്നുള്ളതാണ് കേസ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ UPAക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ UPAക്ക് ഭരണത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് 2G സ്കാം മുതൽ നാഷണൽ ഗെയിംസിന്റെ ഏഷ്യാഡിന്റെ വരെയുള്ള കൽമാടിയുടെ വിഷയങ്ങളൊക്കെ സ്കാമുകൾ കൊണ്ടൊരു പൂരമായിരുന്നു അല്ലേ. അതെ, അപ്പോൾ അതുകൊണ്ട് ജനം വെറുത്തവരെ തൂത്തെറിയുകയാണ് ഉണ്ടായത്. ഇവിടെ നമ്മൾ വേറൊന്നും വേണ്ട, നമ്മളിവിടെ ലോകായുക്ത നിയമം EK നായനാർ കൊണ്ടുവന്നു. ഒരു വലിയ മുന്നേറ്റമായിരുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, താങ്കളെ വിഴുങ്ങുന്ന ഒരു നിയമമാണ് ഉണ്ടായി. എടോ എന്നെ വിഴുങ്ങട്ടെടോ എന്നാ പറഞ്ഞേ.
ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നെ ഞാൻ വിഴുങ്ങട്ടെ. തെറ്റുകാരനാണെങ്കിൽ എന്നെ വിഴുങ്ങട്ടെ എന്ന് പറയാനുള്ള ആത്മധൈര്യം ഇ കെ നായനാർക്കുണ്ടായിരുന്നു. ചങ്കൂറ്റം ഇ കെ നായനാർക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനുശേഷം വന്ന VS-നും അതുണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ പല്ലും നഖവും ഇപ്പോൾ എടുത്ത് കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ലോകായുക്തയുടെ ജീവനാഡി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 ആണ്. അതിനകത്ത് പറയുന്നതാണ് നിങ്ങൾ അഴിമതിക്കാരനാണെന്ന് വന്നു കഴിഞ്ഞാൽ രാജിവെച്ച് പോകണം. അതെ. ഇത് ഇപ്പം എടുത്ത് മാറ്റിയിരിക്കുകയല്ലേ. ഇപ്പോൾ വേറൊരു സമിതി ആലോചിച്ച് തീരുമാനിക്കും. അതായത് കോടതി തീരുമാനിച്ചാൽ പിന്നെ വേറൊരു സമിതിയും കൂടെ തീരുമാനിച്ച് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിയമസഭയോ പിന്നെ മന്ത്രിസഭയോ ഒക്കെ തീരുമാനിക്കും. മുഖ്യമന്ത്രി കുഴപ്പമുണ്ടോ, മറ്റു മന്ത്രിമാർക്ക് കുഴപ്പമുണ്ടോ. ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അതിനെ ഇല്ലായ്മ ചെയ്തത്. രണ്ടാമത് മുഖ്യമന്ത്രിക്കെതിരെ ഒരെണ്ണം വന്നു. അതായത് നമ്മുടെ ഉഴവൂർ വിജയന് 25 കോടി അങ്ങാണ്ട് 25 ലക്ഷം വന്നു അല്ലേ, നമ്മുടെ ഫണ്ട് എടുത്ത് കൊടുത്തു അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിൽ കൊടുക്കാനായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇല്ല. സർക്കാർ ഖജനാവിലെ ഫണ്ടാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ? പിന്നെ രാമചന്ദ്രൻ നായർ എന്ന MLA എന്ന് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ കടം തീർക്കാൻ എന്തോ കൊടുത്തു. അതുപോലെ തന്നെ മകന് ഒരു ജോലി, മകൻ്റെ ജോലി പിന്നെ എടുത്ത് കളഞ്ഞു കേട്ടോ. അത് കോടതി സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ കൊടുക്കാനായിട്ട് രാഷ്ട്രീയക്കാരുടെ മക്കൾക്ക് അങ്ങനെ കൊടുക്കാൻ, അല്ലെങ്കിൽ MLA-യുടെ മോന് കൊടുക്കാനായിട്ട് അവകാശമില്ല. ഇത് സർക്കാർ ജീവനക്കാർക്ക് ഇങ്ങനെ എണ്ണം വെച്ചിട്ടുണ്ട്, അവരുടെ മക്കൾക്ക് ഡൈ ഹാർനസ് കൊടുക്കാനായിട്ട്. അല്ലാതെ MLA-യുടെ മകന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് മാറ്റി. അപ്പോൾ ഇതൊക്കെ ലോകായുക്തയിൽ വിഷയം കിടക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ലോകായുക്ത പൂട്ടേണ്ടതാണ്. വെറുതെ ഈ ഖജനാവിനൊരു ബാധ്യതയാണ് ലോകായുക്ത എന്ന് പറയുന്നത്. കുറേ ലോകായുക്തയും കുറേ വണ്ടികളും സംവിധാനമായിട്ട് നമ്മുടെ വികാസ് ഭവനിൽ ഒരു വലിയ സെറ്റപ്പ് കിടപ്പുണ്ട്. അവിടെ ചെന്ന് നോക്കണം എത്ര വണ്ടികളാണ് കിടക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ മാസവും ചെലവഴിക്കുന്നത് ഇതിന്റെ ഫംഗ്ഷന് വേണ്ടി. എന്തിനാ? അഴിമതി ഇല്ലാതാക്കാനൊന്നും അത് നടക്കുന്നുണ്ടോ? ശരിയാണ്. വളരെ ഇങ്ങനെ ഈ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല. അത് പ്രധാനമന്ത്രിക്ക് ജനങ്ങളോട് പറയാൻ കഴിയും. ഞാൻ ഒരു പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 10 വർഷത്തേക്കുള്ള പദ്ധതികൾ ഞാനിപ്പം നമ്മുടെ റെഡ് ഫോർട്ടിൽ നിന്ന് സ്വാതന്ത്ര്യദിനത്തിൽ പറഞ്ഞു. 79ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് നടപ്പിലാക്കണമെങ്കിൽ ഒന്നാമത് വേണ്ടത് അഴിമതി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനുള്ള നിയമം കൊണ്ടുവരുമ്പം പ്രതിപക്ഷം എനിക്കെതിരെ നീങ്ങുന്നു. വേറൊരു വിഷയം അദ്ദേഹം എടുത്തിട്ടു. അതാണ് ഞാൻ പറഞ്ഞത്, ചെണ്ട കൊട്ടി കളിക്കുന്ന ആളിൻ്റെ അടുത്ത് ഉടുക്കും കൊണ്ട് വരരുതേ എന്ന് അദ്ദേഹം പറയുന്നത്. ഇത് വളരെ പ്രസക്തമായ കാര്യമാണ് കേട്ടോ. ഈ പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യം ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ സാധിക്കും. അങ്ങ് പറഞ്ഞത് കാറ്റിൽ. അതെ, ബാക്കിയെല്ലാം അതെ, ഇതൊരു വജ്രായുധം തന്നെയായിരിക്കും. ഈ വരാൻ പോകുന്ന അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇത് വളരെ വലിയ ആയുധമായി, അതിനു മുൻപുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് ഉന്നയിക്കാനുള്ള ഒരു ആയുധമാണിത്. പ്രതിപക്ഷത്തിന് എന്ത് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയാമോ, ഈ രാഹുൽ ഗാന്ധിയൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ വിഷയം അങ്ങോട്ട് എടുത്ത്, ഈ വോട്ടർ വിഷയം അങ്ങോട്ട് എടുത്തിട്ട ജനങ്ങളെല്ലാം ഇളവെന്നാണ്. ഈ വോട്ടൊന്നും ജനത്തിന് വലിയ കാര്യമല്ല, സാധാരണക്കാരന് വലിയ, രാഷ്ട്രീയക്കാരന് വലിയ കാര്യമാണ്. സാധാരണക്കാരനുണ്ടല്ലോ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇറങ്ങാൻ നേരത്തെ വോട്ട് ചെയ്യുന്ന അന്ന് രാവിലെ ഇറങ്ങാൻ നേരത്തെ എൻ്റെ പോളിംഗ് സ്റ്റേഷൻ ഏതാണ് എനിക്കറിഞ്ഞൂടാ, എൻ്റെ ബൂത്ത് ഏതാണ് അതും എനിക്കറിഞ്ഞൂടാ, ഒരു സ്ലിപ്പ് കിട്ടുമോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്ന, അതൊന്നും കിട്ടില്ലെങ്കിൽ ഞാൻ പോകണില്ല. അല്ലെങ്കിൽ ഇന്ന് മഴ പെയ്താൽ പിന്നെ ഞാൻ അല്ലെങ്കിൽ പോളിംഗ് കുറയുന്നത്, മഴ പെയ്താൽ പോളിംഗ് കുറയുന്നത് എന്തുകൊണ്ടാണ്? പലർക്കും ഇതൊന്നും താല്പര്യമില്ല. കാരണം എന്തിന് വോട്ട് ചെയ്യുന്നു എന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ ചോദിക്കുന്ന ഒരു കാലത്തെത്തിയിരിക്കുകയാണ്. വോട്ടിങ്ങിന്റെ ആർക്ക് ഞാൻ കൊടുക്കും, ആരും ക്ലിയർ അല്ല, ആരും ക്ലീൻ അല്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത്. ഞാൻ ഇന്ന് രാവിലെ ജോസഫ് സി മാത്യുവായിട്ട് സംസാരിച്ചു, നമ്മുടെ VS അച്യുതാനന്ദൻ്റെ IT ഉപദേഷ്ടാവ്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ എത്രയോ വിഷയങ്ങളാണ് പ്രതിപക്ഷത്തിൻ്റെ മുന്നിലുള്ളത്, എന്നിട്ട് എന്ത് ചെയ്യുന്നു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം പണ്ട് VS അച്യുതാനന്ദൻ ഇന്ന് ജീവിച്ചിരിക്കുകയും അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവായിരുന്നത് എങ്കിൽ അദ്ദേഹം ആറാടിയേനെ എന്നാണ് പറയുന്നത്. ഓരോ ദിവസവും രാത്രി വൈകുവോളം നാളെ നടത്തേണ്ട പത്രസമ്മേളനത്തെക്കുറിച്ച് VS-ഉം കൂട്ടരും ചർച്ച ചെയ്തിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ. ആരോഗ്യ രംഗം എടുത്താൽ വയറ്റിൽ കത്രിക മുതൽ നമ്മുടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മുതലുള്ള വിഷയങ്ങൾ വെച്ചിട്ട് തലയിൽ പിന്നെ കെട്ടറയിടിഞ്ഞ് വീണത്, ലിഫ്റ്റിലെടുത്ത ഒരാൾ കുടുങ്ങിയത്, ഇങ്ങനെ തുടങ്ങിയെടുത്താൽ ആരോഗ്യ വകുപ്പിനെ തൂക്കി കൊല്ലാനുള്ള വിഷയം അവിടെ ഉണ്ട്. ഇനി കർഷകർക്കെതിരെ നടക്കുന്ന പ്രശ്നങ്ങൾ, കർഷകരുടെ പിന്നെ വിളവ് എടുക്കാത്തത്, പിന്നെ അവർക്ക് വേണ്ട വിധത്തിലുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കാത്തത്, പിന്നെ വന്യജീവി പ്രശ്നം, ഇതുപോലെ 100 കർഷക സമരം, അങ്ങനെ 100 കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. പിന്നെ പേപ്പട്ടി മുതൽ 100 വിഷയങ്ങൾ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിൽ അത് കിടപ്പുണ്ട്. ഇങ്ങനെ പോലീസിനെ കുറിച്ചാണെങ്കിൽ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ് തുടങ്ങി എന്തെല്ലാം വിഷയങ്ങളിലാണ് അടിക്കാനുള്ള വിഷയങ്ങൾ കിടക്കുന്നത്. DGP ലെവലിലുള്ളവർ വരെ, ഇപ്പോഴത്തെ ഈ DGP അല്ല ഞാൻ പറയുന്നത്,
ഡി ജി പിമാർ റാങ്കിലിരിക്കുന്ന പലരെയും വരെ വിമർശനങ്ങൾ വരുന്ന ഒരു കാലത്താണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വിഷയങ്ങൾ ഇഷ്ടം പോലെയാണ്. അതെ. അപ്പോൾ ആലിപ്പഴം തനിയെ പഴുത്ത് താഴെ വീട്ടെ അന്നേരം ഞാൻ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം. തോന്നുന്നത്. അതെ, അദ്ദേഹത്തിന് ഈ കിട്ടിയ ആയുധങ്ങൾ അതിനെ എടുത്ത് പ്രയോഗിക്കാൻ സാധിക്കുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് തന്നെയാണ്. കൃത്യമായ രീതിയിൽ ഈ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിക്കൂടുവാൻ കഴിയുന്നതായിരിക്കണം പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനം. ജനങ്ങൾക്ക് വേണ്ടി പോരാടണം. അതാണെന്നേ ജനങ്ങൾക്ക് വേണ്ടി. പ്രതിപക്ഷ അതെ, മുഖ്യമന്ത്രി ശരിയല്ലെങ്കിൽ തടുത്തു നിർത്താനാണ് പ്രതിപക്ഷ നേതാവ്. അതിനുള്ള ഒരു മല്ലനായി നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവാൻ കഴിയില്ല. ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഈ മല്ലനെ തടുക്കാൻ പറ്റാത്ത ഇയാളെ എന്തിനാ ഞാൻ മുഖ്യമന്ത്രി ആക്കുന്നത് ജനം ചോദിക്കില്ലേ? വി എസ് അച്യുതാനന്ദന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയം എടുത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ മതി എങ്ങനെ മൂവ് ചെയ്യണമെന്ന്. ചിലപ്പോൾ അച്യുതാനന്ദന് ജനസമ്മതിക്ക് കാരണം ഇതാണ്. 19 വർഷവും ചില്ലറ മാസവും പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹം എന്തെല്ലാം പയറ്റിയിട്ടുണ്ടോ അത്രയും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിരുന്നു പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതിനേക്കാൾ വലിയ നേട്ടമാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് ഈസിയായി മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും അല്ലേ ഈ അഴിമതിയുടെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ് എന്ന്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി എനിക്ക് തോന്നുന്നു അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, അഴിമതിയുള്ള ഒരു സ്ഥലത്ത് ഒരിക്കലും ജനാധിപത്യം നിലനിൽക്കില്ല. അഴിമതിയുള്ള സ്ഥലത്ത് നമുക്ക് ഇക്വാളിറ്റി നിലനിർത്താൻ കഴിയില്ല. അഴിമതിയുള്ള സ്ഥലത്ത് ഒരാൾക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ജോലി നാളെ ലഭിക്കും, നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി, നല്ല പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നൊന്നും ഒരു കുട്ടിക്ക് ഉറപ്പില്ല. ആ കുട്ടിക്ക് ഉറപ്പില്ലെങ്കിൽ എന്ത് പറ്റും? അവൻ കഞ്ചാവ് അടിക്കും, അവൻ MDMA കഴിക്കും, അവൻ ആത്മഹത്യ ചെയ്യും, അവൻ ഒളിച്ചോടും. ഇതൊക്കെയല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുക. എന്തുകൊണ്ടാണ്? യുവാക്കൾക്കൊരു പ്രതീക്ഷ വേണ്ടേ? നാളെ എനിക്ക് നല്ല രീതിയിൽ പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടും. PSC ടെസ്റ്റ് എഴുതിയാൽ 1-ാം നമ്പർ മാർക്ക് എനിക്ക് കിട്ടണമെങ്കിൽ വേറൊന്നും നോക്കണ്ട, ഞാൻ പോയി പഠിച്ച് പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി, അർഹമായത് എനിക്ക് കിട്ടും. ഇത് ഈ നാട്ടിലുണ്ടോ? ഇത് മാത്രമാണോ? നല്ല രീതിയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ പ്രവർത്തിച്ചാൽ എനിക്ക് പ്രൊമോഷൻ കിട്ടും, ഉന്നതിയിൽ പോകാം. ഹാരിസിന്റെ അനുഭവം, ഡോക്ടർ ഹാരിസിന്റെ അനുഭവം എന്താണ്? എൻ പ്രശാന്ത് IAS-ന്റെ അനുഭവം. ഇതുപോലെ അഴിമതിക്കാരുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് മാത്രമല്ല, റിട്ടയർ ചെയ്താലും പിന്നെയും കൊടുക്കുകയാണ്. വീണ്ടും പിന്നെ കോടികൾ കൊടുത്ത് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം കൊടുക്കുകയാണ്. അതേസമയം അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്തുന്ന IAS-കാരനായിക്കൊള്ളട്ടെ, സാധാ ഡോക്ടറായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു സാധാ സർക്കാർ ജീവനക്കാരനായിക്കൊള്ളട്ടെ, അവൻ്റെ കഴുത്തിന് ഞെക്കി പിടിക്കുകയാണ്. അതെ. പിന്നെ വേറൊന്ന്, ഇതൊന്നും എൻ്റെ കണക്കല്ല, ലോകത്തെ പ്രധാനപ്പെട്ട സംഘടനകൾ, അതായത് ഗ്രീൻ സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് ഹരിതപരമായിരിക്കുന്നതിന്, ഒരു പ്രകൃതി സംരക്ഷിക്കുന്നതിന് എല്ലാം അഴിമതി വിരുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞു. അഴിമതി ഉണ്ടെങ്കിൽ അവിടെ എന്ത് പറ്റും? ക്വാറി വരും, മണ്ണിടിച്ചിൽ വരും, പിന്നെ കടലിലെ മണ്ണെടുത്തുകൊണ്ട് പോകുന്നത് വരും. ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ട് അത് 100 പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് വരികയാണ്. ഇപ്പം തന്നെ വയനാടത്തെ ദുരന്തത്തിൻ്റെ ഒരു കാരണം പിന്നെ ഈ ഇത്തരത്തിലുള്ള പിന്നെ നിയമലംഘനങ്ങളാണ്. പ്രകൃതിയെ ചൂഷണം. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് മുഴുവൻ പല വിധത്തിൽ ഇങ്ങനെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയല്ലേ ഓരോ തവണയും. ഇതിൻ്റെ കാരണം ഇതാണ്. കടൽ കയറുന്നതിൻ്റെ കാരണം, അത്യുഷ്ണം വരുന്നത് കാരണം, അതുപോലെ തന്നെ അതിതീവ്ര മഴ, മേഘവിസ്ഫോടനം, ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുന്നത്. പ്രകൃതിയെ നശിപ്പിക്കുന്ന രാജ്യങ്ങൾ ഏതാണോ അവിടെ അഴിമതിയുടെ കൂത്തരങ്ങാണ് എന്നുള്ളതാണ് ലോകത്തെ പ്രധാനപ്പെട്ട സംഘടനകൾ എല്ലാം പറയുന്നത്. അതുകൊണ്ട് ഗ്രീൻ പിന്നെ ഒരു റവല്യൂഷൻ വരുത്തണമെങ്കിൽ, ഹരിതാപമായിട്ട് നമ്മുടെ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ അതിന് അഴിമതിയില്ലാത്തൊരു ഒരു സംവിധാനം വരണം. കർഷകന് പിന്നെ കൃഷി ചെയ്യാനുള്ള അവസരം ഉണ്ടാവണമെങ്കിൽ, യുവാക്കൾക്ക് ജോലി കിട്ടണമെങ്കിൽ, അവർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമെങ്കിൽ, അവരെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ, ഇങ്ങനെ എല്ലാത്തിനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഴിമതിരഹിതമായ ഒരു സ്റ്റേറ്റ് ഉണ്ടായാൽ മാത്രമേ അവിടെ എന്തെങ്കിലും ഗുണം ജനത്തിന് കിട്ടുകയുള്ളൂ. ഇത് പറയാൻ നരേന്ദ്രമോദിക്ക് അടുത്ത ഇലക്ഷന് ഒരു അവസരവും കൂടെ രാഹുൽ ഗാന്ധി ഉണ്ടാക്കി കൊടുക്കുകയാണ്, പ്രതിപക്ഷം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവിടെ ബില്ല് വലിച്ചു കീറുന്നു. ഇതൊന്നും കാര്യമില്ല, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, പക്ഷേ നിങ്ങൾ ഇതിനകത്ത് ഇന്ന ഭേദഗതികളൊക്കെ വരുത്തണം എന്ന് പറഞ്ഞൊരു ചർച്ചയ്ക്കല്ല ഇത് മുതിരേണ്ടത്. അതിന് പകരം ഇത് കാടടച്ച് ഇതിനെ എതിർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ അഴിമതിയെ കാടടച്ച് എതിർക്കുന്നത് ആരാണോ അയാൾ അഴിമതിക്കെതിരായിട്ട് അഴിമതിക്ക് വേണ്ടി നിൽക്കുന്നവനാണെന്നും, എതിരെ നിൽക്കുന്നയാൾ അഴിമതിക്ക് എതിരെ നിൽക്കുന്നയാളാണെന്നും ഒരു പ്രശ്നം വരും. ഇപ്പോൾ ധർമ്മയുദ്ധവും അധർമ്മയുദ്ധവുമായിട്ട് നരേന്ദ്രമോദി ഇതിനെ അടുത്ത ഇലക്ഷനിൽ മാറ്റും എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കിടക്കുന്നത്. സാധാരണക്കാരന് അഴിമതി എന്നും
ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കാൻ പാടില്ലാത്ത സമ്പ്രദായമാണ്. അഴിമതിക്കെതിരെ നീങ്ങുന്നവരെ അവർ വെച്ച് ആരാധിക്കും, നേതാവായി അംഗീകരിക്കും. ഇവിടെ ഈ പ്രശ്നം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും വലിയൊരു ആയുധം തന്നെയാണ്. പാർലമെൻറ്റ് കടക്കാൻ പോകുന്നില്ല എന്ന് കണക്കുകൾ വെച്ച് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. എന്നിട്ട് പോലും പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായ പോരാട്ടവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്തിന് എന്ന ചോദ്യം പ്രധാനമന്ത്രി ഉന്നയിക്കും. അവർ അഴിമതിക്ക് കുടപിടിക്കുന്നവരായത് കൊണ്ടാണ് ഇത്തരമൊരു നീക്കത്തെ തടയുന്നത് എന്ന് പ്രധാനമന്ത്രിക്ക് വാദിക്കാൻ സാധിക്കും, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. മറുപക്ഷത്ത് നിൽക്കുന്നവർക്ക് എങ്ങനെ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പല സംസ്ഥാനങ്ങളുടെയും ഭരണത്തിൽ വന്നിട്ടുള്ള വീഴ്ചകളും പാളിച്ചകളും എടുത്തു വെച്ച് പറയുവാൻ ഇപ്പോഴത്തെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് സാധിക്കും. അപ്പോൾ അവിടെ മിണ്ടാട്ടം ഇല്ലാതായി പോകും രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും, അവർക്കൊപ്പം നിൽക്കുന്ന മറ്റ് പാർട്ടികൾക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് വേണുഗോപാൽ പറഞ്ഞതുപോലെ ഭേദഗതികൾക്ക് വേണ്ടി അവർക്ക് വാദിക്കാം. വളരെ ക്രിയാത്മകമായ ചർച്ചകളുമായി പ്രതിപക്ഷത്തിന് പാർലമെൻറ്റിൽ നിറഞ്ഞു നിൽക്കാം. അത്തരത്തിൽ ഒരു നീക്കത്തിലൂടെ അവർക്കും അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കും. അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാനും അവർക്ക് സാധിക്കുകയും ചെയ്യും. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിലും അവർക്ക് പറയാമല്ലോ. അങ്ങനെ ഒരു പോരാട്ടത്തിന് തുനിയാതെ ഈ രീതിയിൽ കാടടച്ച് ബഹളം വെച്ച് ഒന്നിനും അനുവദിക്കാത്ത തരത്തിലേക്ക് പോകുന്നത് ഭൂഷണമല്ല എന്നുള്ളതാണ് ഈ ചർച്ച ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.